ചവറ കരിത്തറയിൽ കടൽ കയറ്റം. അയ്യാറി മണൽ ഖനനം നടത്തുന്ന പ്രദേശത്താണ് കടൽ കയറ്റം രൂക്ഷമായിട്ടുള്ളത്. 3 വീടുകൾ അപകടാവസ്ഥയിലാണ്. 40 മീറ്ററോളം ഭാഗത്താണ് കടലെടുത്തത്. ചവറ ഗ്രാമപഞ്ചായത്തിലെ കരിത്തറയിലാണ് കടൽ കയറ്റം രൂക്ഷമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മുതലാണ് കടൽ കയറ്റം ആരംഭിച്ചത്. 3ഓളം വീടുകൾ ഇവിടെ അപകട ഭീഷണിയിലാണ്. ഇന്നലെ രാത്രി മുതൽ ഞങ്ങൾ ഉറക്കമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഈ 2 കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു പേടിച്ചാണ് ഇന്നലെ ഞങ്ങൾ മൊത്തം ഇവിടെ ഇരുന്നത്. ഈ രാത്രി ഈ നേതാക്കന്മാർ എല്ലാവരും ഇന്ന് രാവിലെ ആയപ്പോഴാണ് അവരെല്ലാം ഇതറിഞ്ഞു വന്നത്. അയ്യാറിക്കാരും എല്ലാവരും വന്ന് അവിടെ നിന്ന് ജനങ്ങളുടെ ചോദിച്ചിട്ട് പോകുന്നതെന്നല്ലാതെ ഞങ്ങൾക്ക് ആരും വന്ന് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നലെ സന്ധ്യ മുതൽ തന്നെ ഈ നിമിഷം വരെ ഞങ്ങൾ പേടിയിലാണ് ഞങ്ങളിവിടെ കഴിയുന്നത്. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു പോലും ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. കരിത്തറയ്ക്ക് സമീപം അയ്യാറി മണൽ ഖനനം നടക്കുന്ന പ്രദേശത്തോട് ചേർന്നാണ് കടൽ കയറ്റം ഉണ്ടായത്. 40 മീറ്ററോളം ഭാഗം കടലെടുത്തു. അയ്യാറി ഈ ഭാഗത്ത് JCB ഉപയോഗിച്ച് മണൽ ഖനനം നടത്തി വരികയാണ്. തീരത്തോട് ചേർന്ന ഭാഗത്ത് കടൽ ഭിത്തി ഉണ്ടെങ്കിലും ഇത് കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന സ്ഥിതിയാണ്. സമീപത്തുണ്ടായിരുന്ന ബണ്ട് പൂർണ്ണമായും കടലെടുത്തു. ഇതോടെയാണ് വീടുകൾ അപകട ഭീഷണിയിലായത്. ഇന്നലെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് വശത്ത് തിട്ട കെട്ടി വെച്ചിരുന്ന തിട്ട മണ്ണെടുത്ത് ഇപ്പുറത്തോട്ട് കടൽ കയറാൻ തുടങ്ങി. അങ്ങനെയാ സംഭവിച്ചത്. ഞങ്ങൾ 3 വീട്ടുകാരാണ് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഈ പടിഞ്ഞാറ് വശത്ത് ഞങ്ങൾ 3 വീട്ടുകാരല്ലാതെ വേറെ വീട്ടുകാരില്ല. കിഴക്കോട്ടാണ് പിന്നെ താമസക്കാർ. ഈ 3 വീട്ടുകാരെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും സംരക്ഷണം തരണം. ഇല്ല ഞങ്ങൾ കടലിനകത്ത് കിടക്കും. ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ 23 വർഷമായി അയ്യാറിക്ക് കൊടുത്തിട്ട്. ഈ 23 വർഷം കൊണ്ട് ഞങ്ങൾ വാടകയ്ക്ക് ഇവിടെ കിടക്കുക. ഞങ്ങൾക്ക് ഇതുവരെ സ്ഥലം തന്നിട്ടില്ല. ഞങ്ങൾ നടന്ന് കുഴഞ്ഞിട്ട് ഞങ്ങൾക്ക് സ്ഥലം തരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ MLAയും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. ഇതേ സമയം മണൽച്ചാക്കുകൾ അടുക്കി തിട്ട ബലപ്പെടുത്താമെന്നാണ് അയ്യാറി അധികൃതർ പറയുന്നത്. എന്നാൽ ഇതിനുള്ള പ്രവൃത്തികൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. അപകടാവസ്ഥയിലായ വീട്ടുകാർക്ക് താൽക്കാലിക പുനരധിവാസം ഒരുക്കാമെന്നും അയ്യാറി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ.